ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയിട്ട് വിചാരിച്ചതാണ് മീൻ പൊള്ളിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം വലിയ മീൻ കിട്ടിയപ്പം ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. മസാല ഉണ്ടാക്കിയെടുക്കണം. കായം തേക്കാൻ, ഇവിടെ കായം തേക്കാമെന്നാണ് ഞങ്ങൾ പറയുക. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 1/4 കപ്പ് പുളിവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇനി മീനിലേക്ക് ഈ മസാല നല്ല കട്ട് ചെയ്തിട്ടുള്ള മീനാണ്. കട്ട് ചെയ്തതിന് ശേഷം ഈ മസാല നന്നായിട്ട് അതിലേക്കൊക്കെ പുരട്ടി കൊടുത്ത് അതിൻ്റെ മീനിൻ്റെ ഉള്ളിലും നന്നായിട്ട് പുരട്ടി ഈ കായം പിടിപ്പിക്കുക. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. 2 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മസാല പ്രിപ്പയർ ചെയ്യണം. ഇനി അതിലേക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് 2 വലിയ സവാള അല്ലെങ്കിൽ 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുക. ഞാൻ സൈഡിൽ ഇല ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 1/4 കപ്പോളം വരും ഈ അരിഞ്ഞു വെച്ചത്. ഇനി അതിലേക്ക് കറിവേപ്പില, പച്ചമുളക് നീളത്തിലോ ചെറുതായിട്ടോ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇടേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് 2 വലിയ തക്കാളി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി ചേർക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് സോഫ്റ്റായി വരുന്നവരെ അത് വഴറ്റിയെടുക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി വെളിച്ചെണ്ണയിൽ മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വാട്ടി വെച്ച ഇലയിലേക്ക് ആദ്യം ഈ മസാല വെച്ച് കൊടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ മസാല വെച്ച് കൊടുക്കുക. ഞാനിത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ മസാലയും കൂടെ വെച്ചിട്ട് ഇല കെട്ടിയെടുക്കണം, മീൻസ് പൊതിഞ്ഞെടുക്കണം. നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഈ ഇലൻ്റെ ആ ഇതുണ്ടല്ലോ, വള്ളി തുമ്പ്, അത് വെച്ചിട്ട് തന്നെ കെട്ടി എടുക്കാം. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ ഈ പൊതി അതിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഒരു സൈഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീൻ ഓൾറെഡി ഹാഫ് കുക്ക്ഡാണ്, എന്നാലും കുറച്ചും കൂടെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും അതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്ന കമൻറ്റ്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. The wind hums songs at the break of day.